ഇന്നു മുതൽ ഈ ശീലങ്ങളെ മറന്നേക്കൂ. നമ്മുടെ ചില അനാരോഗ്യകരമായ ശീലങ്ങളാണ് നല്ല ആരോഗ്യത്തിന് തടസ്സമായി നിൽക്കുന്നത്. നിങ്ങളും ഈ ശീലങ്ങൾ പിന്തുടരുന്നവരാണോ? പുതിയ വർഷം സ്വയം മെച്ചപ്പെടുത്താനുള്ള ചില കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? ആരംഭശൂരത്വമായി മാത്രം ഒതുങ്ങിപ്പോകാറാണോ പതിവ്? ഓരോ ഈ സമയത്തും നിങ്ങളോടൊപ്പം ചില നല്ല ശീലങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് സ്വയം നവീകരണത്തിന് നല്ലതാണ്. അതോടൊപ്പം മോശമാണെന്ന് തോന്നുന്ന ചില രീതികൾ മാറ്റിയെടുക്കുകയും വേണം. മിക്കവരും കൂടെ കൊണ്ട് നടക്കുന്ന ചില നല്ലതല്ലാത്ത ശീലങ്ങൾ ഉണ്ട്. എത്ര മാറ്റാൻ ശ്രമിച്ചാലും പിന്നെയും അതിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന ചിലത്. എന്നാൽ തെറ്റായ ശീലങ്ങൾ ഉറച്ച തീരുമാനത്തിലൂടെ മാറ്റിയെടുക്കുന്നവർ ജീവിതം നല്ല ഫലങ്ങൾ തിരിച്ചു നൽകുന്നതിന്റെ നേർസാക്ഷ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതിനാൽ ഇനി ഒട്ടും വൈകണ്ട, ഈ ശീലങ്ങൾ ഇന്ന് തന്നെ മറന്നേക്കും. സ്നൂസ് ബട്ടൺ വേണ്ട. ആവശ്യത്തിന് ഉറങ്ങാൻ മറക്കരുത്. ശാരീരിക മാനസിക സ്വസ്ഥതയ്ക്ക് ഉറക്കം വളരെ പ്രധാനമാണ്. എന്നാൽ നിശ്ചിത സമയത്ത് സെറ്റ് ചെയ്ത അലാറം ശബ്ദം കേൾക്കുമ്പോൾ സ്നൂസ് ബട്ടൺ നേരെ പോകുന്ന വിരലുകൾ നിങ്ങൾക്ക് ഗുണമുള്ളതൊന്നും നൽകില്ല. അതിരാവിലെ ഉണരുന്നതാണ്, അല്ലെങ്കിൽ പതിവായി നിശ്ചയ സമയത്ത് ഉണരുന്നതാണ് ആരോഗ്യത്തിനും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും നല്ലത്. അതിനാൽ നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുക എന്ന ശീലം നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം. അതിരാവിലെ എഴുന്നേറ്റ് അല്പനേരം വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ ദിവസം ഊർജ്ജസ്വലമാക്കും. എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ഊർജ്ജത്തോടെ കാണാൻ കഴിയും. അതിനാൽ ഇനി സ്നൂസ് ബട്ടണിലേക്ക് നിങ്ങളുടെ വിരലുകൾ നീങ്ങാതിരിക്കട്ടെ. ആദ്യം ആരോഗ്യം. ജീവിതം മനോഹരമായി നിലനിൽക്കാൻ ആരോഗ്യം വളരെ പ്രധാനമാണ്. നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നവർ പോലും അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി നിരവധി അസുഖങ്ങളെ ക്ഷണിച്ചു വരുത്താറുണ്ട്. എങ്കിൽ ഓർത്തോളൂ, അസുഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിറം നഷ്ടപ്പെടുത്തും. അതിനാൽ രുചിക്കായി മാത്രം ഭക്ഷണം കഴിക്കാതെ ശരീരത്തെ സ്നേഹിച്ചുകൊണ്ടുള്ള ആഹാര രീതി പിന്തുടരുക. നല്ല ഭക്ഷണം ആരോഗ്യം മാത്രമല്ല, സൗന്ദര്യവും വർദ്ധിപ്പിക്കും. കംഫർട്ട് സോണിൽ നിന്ന് ഒന്ന് പുറത്തു വരും. എല്ലായ്പ്പോഴും സേഫ് ആയി കയ്യിലുള്ളവ കൊണ്ട് തൃപ്തിപ്പെടുന്ന സ്വഭാവം പലർക്കുമുണ്ട്. എന്നാൽ ആ സ്വഭാവം നിങ്ങൾ ഇപ്പോൾ തന്നെ മാറ്റണം. പുതിയ കാര്യങ്ങൾ പഠിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനുമായി സമയം കണ്ടെത്തണം. നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിക്കൂ. ആഞ്ഞു പിടിച്ചാൽ പോരാത്തതായി ഒന്നുമില്ല. അതിനുള്ള മനസ്സാന്നിധ്യവും അധ്വാനവുമാണ് ആവശ്യം. അതിനാൽ വളരെ കംഫർട്ടബിൾ ആയി ഒഴുക്കിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കൂ. പുതിയ ലോകം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. സ്വയം വിമർശനം അധികം വേണ്ട. സ്വയം വിമർശനവും പരിഹാരം കണ്ടെത്തലും നല്ലത് തന്നെ. എന്നാൽ അധികമായാൽ വിപരീത ഫലമുണ്ടാകും. അതിനാൽ എല്ലായ്പ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്നത് ഒഴിവാക്കുക. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിസ്സഹായത, സമ്മർദ്ദം, വിഷാദം എന്നിവ പോലുള്ള വികാരങ്ങൾ മാറ്റിവെക്കുക. സ്വയം വിമർശിക്കുമ്പോഴെല്ലാം അത് മറികടക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. ഓരോ കാര്യങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടിന് അനുസരിച്ച് സംഭവിച്ചു തുടങ്ങുമ്പോൾ ആത്മവിശ്വാസം കൂടുന്നത് അനുഭവിച്ചറിയാം. പഴയതെല്ലാം മറന്നേക്കും. മുൻകാലങ്ങളിൽ വളരെയധികം വേദന ഉണ്ടാക്കിയ പല സംഭവങ്ങളും ഒരാളെ അലട്ടുന്നുണ്ടാവാം. പൂർണ്ണമായും ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാൽ ആ ഓർമ്മകൾ മുറുകെ പിടിക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ഭാവിയും മെച്ചപ്പെടുത്തുന്നതിന് ഉപയോഗിക്കേണ്ട മുഴുവൻ ഊർജവും പാഴായി പോകാൻ അത് കാരണമാകും. അതിനാൽ മറക്കാൻ കഴിയുന്നവ മറന്നുകൊണ്ടും ചിലത് ഒരു വശത്തേക്ക് മാറ്റിവെച്ചുകൊണ്ടും ജീവിതത്തെ മനോഹരമാക്കാനായി ശ്രദ്ധിക്കാം. നിങ്ങളുടെ ബുദ്ധിയും സമയവും എല്ലാം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാകണം. പഴയ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ഇനി പുതിയതും നല്ലതുമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി പരിശ്രമിക്കാം. സ്പാളിംഗ് സ്പേസിന്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.